അതുകൊണ്ട് നമ്മൾ നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനത്തെ കാറുകൾക്ക് എടുക്കാൻ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനു മുന്നേ നമ്മൾ ഇപ്പോൾ കുറേ നാൾ ശേഷമാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ നമ്മളെന്താ പറയുക നമ്മൾ യൂട്യൂബിൽ ഇടാൻ പോണത്. ഒരു ഏകദേശം ഒരു 1 ഇയറോ അല്ലെങ്കിൽ ഒരു 2 കൊല്ലത്തെ ഗ്യാപ്പൊക്കെ വന്നു പോകുന്നുണ്ട്. നമ്മൾ ഒരു വ്ളോഗൊക്കെ ഇട്ടിട്ട് കുറേ തിരക്കിൻ്റെയും ജോലിയുടെ തിരക്കും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ യൂട്യൂബൊന്നും എന്താ പറയുക നോക്കണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോസൊന്നും നമ്മൾ ചെയ്യണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് പറ്റണ സമയത്തൊക്കെ ഇടാമെന്നാണ് എൻ്റെ പ്ലാൻ. ഇതിപ്പോൾ ഇന്നൊരു വ്ളോഗ് ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഒരു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു വണ്ടി എടുത്തു. എന്ന് വെച്ചാൽ വണ്ടി വേറെ ഒന്നല്ല, സ്കോഡയുടെ ലോറ എന്ന് പറഞ്ഞ വണ്ടി എടുത്താണത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് ഇതൊക്കെ പറയണത് കേട്ടോ. അപ്പോൾ ഇതൊരു 2012 മോഡല് 2 ലിറ്റർ TD ആണ്, ഡീസൽ വണ്ടിയാണ്. അപ്പോൾ ഒരു 275 സംതിങ്ങിനാണ് നമ്മൾ വണ്ടി എടുത്താണ് കേട്ടോ. വണ്ടി എടുത്തിട്ട് നമുക്ക് കോട്ടയത്ത് നിന്നാണ് വണ്ടി എടുത്തത്. എന്നിട്ട് കുറച്ച് അധികം പണികൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ വെച്ചാൽ അത് മാത്രമല്ല, നമ്മളൊരു ജർമ്മൻ കാർ എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു കാറ്റഗറി ടൈപ്പ് ഓഫ് വണ്ടീസ്, അതായത് ഈ ലോറ, അതുപോലെ ജെറ്റ, അതുപോലെ പസാറ്റ്, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് വണ്ടീസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി ഇത് ജർമ്മൻ കാർസ് ആയ കാരണം ഇതിൻ്റെ മെയിൻ്റെനൻസ്, ഇതിൻ്റെ പണികളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെമ്പ് നല്ല രീതിയിൽ പൊട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനത്തെ കാറുകൾക്ക് എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഇനി പറയാൻ പോകണമെങ്കിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് തന്നെ തിരുത്തിക്കോളട്ടോ. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കാറുകളൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ജർമ്മൻ കാർസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഒരു നന്നായിട്ട് നോക്കിയും കണ്ടും പോയിട്ട് വേണം എടുക്കാനായിട്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നല്ലൊരു പണി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കാശ് നമ്മുടെ നിന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ഒരു 275 വണ്ടി എടുത്തത്. വണ്ടി എടുക്കുമ്പോൾ ആള് ഒരു 1 ലക്ഷത്തി സംതിങ് ആണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓടിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1.20 ഓടിയിട്ടുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ആ സംഭവം അത് തിരിച്ചിട്ടുണ്ടായിരുന്നു, കിലോമീറ്റർ തിരിച്ചിട്ടാണ് നമുക്ക് വണ്ടി തന്നേക്കണത്. അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. 2 ലക്ഷത്തിൻ്റെ മുകളിലൊക്കെ ഓടിൻ്റെ വണ്ടി, 2 ലക്ഷത്തിൻ്റെ മുകളിൽ 2000, 30, 40 ഓടിയുന്നുണ്ട് വണ്ടി, അതിനൊക്കെ മുകളിൽ ഓടിൻ്റെ വണ്ടി. പിന്നെ അത് മാത്രമല്ല, വണ്ടി എടുത്തിട്ട് വണ്ടിക്ക് കുറച്ചധികം പണികളുണ്ട്. കുറച്ചധികം നല്ലോണം പണികളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പണികളെല്ലാതും കൂടി ഒരുമിച്ച് തീർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമല്ല. വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2 ലക്ഷത്തിൻ്റെ വണ്ടി എടുത്തിട്ട് നമ്മൾ ഇനി വീണ്ടും ഒരു 2.5 ലക്ഷം 3 ലക്ഷം ചിലവാക്കി വീണ്ടും പണിയെന്ന് പറഞ്ഞാൽ അതൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം നമ്മൾ തൽക്കാലം നമ്മൾ അത്യാവശ്യം വേണ്ട ഒരു സാധനങ്ങളൊക്കെ എന്താ പറയുക മാറി സെറ്റ് ചെയ്യാം എന്നാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ ആ ഒരു ലോറയുടെ കാര്യങ്ങളും പിന്നെ നമ്മൾ നമുക്കറിയണ വർക്ക്ഷോപ്പിൽ പോയിട്ട് അവിടെ വണ്ടി കൊടുക്കണതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകണത് കേട്ടോ. അപ്പോൾ കുറേ നാൾ ശേഷമാണ് നമ്മളിങ്ങനെ വീഡിയോ എടുക്കണത്. അപ്പോൾ അതിന് ആ വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ സംസാരിക്കുമ്പോൾ അതിൻ്റെതായ കുറച്ച് ഇതൊക്കെ ഉണ്ട് എനിക്ക് സംസാരിക്കുമ്പോൾ. ഇനി സെറ്റ് ചെയ്തെടുക്കണം കാര്യങ്ങളൊക്കെ, ഇനി കിട്ടുന്ന പോലെ സമയം കിട്ടുന്ന പോലെയൊക്കെ വീഡിയോസൊക്കെ എടുക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഈ ഒരു സാധനം എനിക്കിന്ന് എന്താ പറയുക ഇങ്ങനൊരു വ്ളോഗ് എടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്ന് വെച്ചാൽ ഇതിപ്പോൾ കുറേ പേർക്കും ഇങ്ങനെ കുറേ പണി കിട്ടിയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ചിലപ്പോൾ 1 ലക്ഷത്തിന് ഡീസൽ വണ്ടി പോളോ കൊടുക്കാമെന്ന് പറഞ്ഞെടുത്തിട്ട് അതും അങ്ങനെ കുറേ പേര് പെട്ടിട്ടുണ്ട്. എനിക്ക് എൻ്റെ അറിവിൽ തന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ തന്നെ ഇങ്ങനെ കുറേ വലയിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് മറ്റുള്ളവർക്കും എത്തിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇനി ഒരാൾ ജർമ്മൻ കാർ എടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ഈ കഥകളൊക്കെ ഒന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെയും ഉണ്ടല്ലോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഒരു ബോധ്യം വരുത്താനും അല്ലെങ്കിൽ അതൊരു പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സംഭവം. അപ്പോൾ അതാണ് വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിടക്കാം, കാര്യങ്ങളൊക്കെ ഞാൻ എന്നിട്ട് പറയാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതേട്ടാ, ഇതാണ് നമ്മുടെ വണ്ടി, നമ്മുടെ ലോറയാണ് നമ്മുടെ വണ്ടി കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണത്. ഇൻറ്റീരിയറും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് കംപ്ലൈൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക്. ഇതിലിപ്പോൾ കിലോമീറ്റർ നോക്കണ്ട, ഈ കിലോമീറ്റർ നല്ല ഇതിനാണ്, 2ൻ്റെ മുകളിലൊക്കെ ഓടിയുണ്ട്. പിന്നെ കണ്ട വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിടന്ന് ഇതിലിപ്പോൾ ഇവിടെ ഭയങ്കര വൈബ്രേഷൻ എനിക്ക് ഫീൽ കിട്ടിയത്. ഈ വീഡിയോയിൽ എത്രത്തോളം ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല.
നല്ല വൈബ്രേഷൻ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ വേറൊന്നല്ല, ഇതിൻ്റെ എൻജിൻ മൗണ്ട് പോയിട്ടുണ്ട്. അത് എൻജിൻ മൗണ്ട് ഫുള്ള് പോയേക്കാം, അതായത് റബ്ബറൊന്നും ഇല്ല, വല്ല ലെവലായിട്ടുണ്ട്. ഞാനത് ലാസ്റ്റ് ഈ കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ മറ്റേ നമ്മുടെ എൻജിൻ പേ തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനുള്ളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വന്നേക്കണത്. ഇതൊക്കെയാണ് അതിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ. ഇൻറ്റീരിയറിൽ കുഴപ്പമൊന്നുമില്ല, വലിയ സീനൊന്നുമില്ല. ഇങ്ങനത്തെ കുറച്ച് കംപ്ലൈൻറ്റ്, പിന്നെ കുറച്ച് ചെറിയ കംപ്ലൈൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി ചെയ്യണം. അപ്പോൾ നമുക്ക് സെൻട്രൽ ലോക്കൊന്നും വർക്ക് ആവുന്നില്ല, അതൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. പിന്നെ മിററിൻ്റെ അങ്ങനെ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്, അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട്. എല്ലാതും നമ്മൾ ഇതിലത്തെ എല്ലാ പണിയും ചെയ്യാന്ന് വെച്ചാൽ എന്താ വെച്ചാൽ എളുപ്പമല്ല, അത് നടക്കില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എമൗണ്ട് പൊട്ടും. അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്യണില്ല. അത് നമ്മൾ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നേക്കണം. പിന്നെ അതുപോലെ ഗിയറിൻ്റെ ചെറിയൊരു സീനുണ്ട്, അതായത് ഗിയർ കേബിൾ നൈസ് ടൈറ്റും സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ചെറിയ പണിയുണ്ട്, പക്ഷെ അത് തൽക്കാലം ഇത് ചെയ്യണില്ല. ഗിയർ കേബിളൊന്നും ഇപ്പോൾ മാറാൻ നിൽക്കണില്ല, നന്നായിട്ട് ഇതായിട്ട് മാറാനാണ്. ചെറിയ പ്രശ്നമുണ്ട് ഗിയർ കേബിളിന്. പിന്നെ നല്ല വൈബ്രേഷനാണ്, അത് ഞാൻ പറഞ്ഞില്ലേ, എൻജിൻ മൗണ്ട് പോയിട്ടുണ്ട്, അതിൻ്റെ നല്ല വൈബ്രേഷൻ ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഉള്ളിലത്തെ കാര്യങ്ങൾ. പിന്നെ വേറെ എന്തൊക്കെ പണിയെന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാം, ഉണ്ടായ കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഉള്ളിലത്തെ കാര്യങ്ങൾ കാണിച്ചു തന്നല്ലോ. പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ ഉണ്ടായ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ വണ്ടി എടുക്കുമ്പോൾ, അതായത് ഈ വണ്ടി അവൻ ആദ്യം പോയി എടുക്കുമ്പോൾ കാര്യം നോക്കുമ്പോൾ ലീക്കോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒറ്റ ലീക്കുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല. ഫുള്ള് നീറ്റാണെന്ന് പറഞ്ഞ് അവൻ നോക്കിയപ്പോൾ എഞ്ചിൻ ബാഗ് തുറന്ന് നോക്കിയപ്പോൾ ഒരു ഓയിൽ ലീക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. സംഭവം എനിക്ക് അവൻ പറഞ്ഞ് കേട്ടതോളം അത് എഞ്ചിനൊക്കെ മറ്റേ ഫുള്ള് ക്ലീനൊക്കെ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടൊക്കെയാണ് കാണിച്ചത്. അങ്ങനെയാണ് കാണിച്ചെന്ന് തോന്നുന്നു. അവൻ പിന്നെ സ്കോഡായി വണ്ടി എടുക്കാനുള്ള അത്ര ഇഷ്ടം കൊണ്ട് പോയിട്ടാണ് പിന്നെ അത് എടുത്തത്. അവൻ അങ്ങനെ ഒരു ചെയ്ത്ത് പറ്റി ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ കൺവിൻസ് ചെയ്തിട്ട് എടുത്ത്, എന്നിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ലാസ്റ്റ് എന്നിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ഇഷ്യൂസും ഇങ്ങനെ കംപ്ലയിൻസൊക്കെ നമ്മൾ പിന്നെ ഒരു ദിവസം പോയിട്ട് നമ്മൾ വണ്ടി സ്കോഡയുടെ ഷോറൂമിൽ കൊണ്ട് നമ്മൾ ജനറൽ ചെക്കപ്പിന് വേണ്ടി കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പുണ്ട്, അത് ഞാൻ ഇതിൻ്റെ ഇടയിൽ തന്നെ ആഡ് ചെയ്യാട്ടോ. കുറച്ച് വീഡിയോ അവിടെ പോയിട്ട് വണ്ടി ലിഫ്റ്റ് ചെയ്ത് ഫുള്ള് ചെക്ക് ചെയ്യണതും അവർ പറയണതും, എന്നിട്ട് അവരൊരു എസ്റ്റിമേഷൻ നമുക്ക് എടുത്തു. ആ എസ്റ്റിമേഷൻ നിങ്ങൾക്ക് അറിയാലോ, അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോറൂമിൽ സ്കോഡായാലും, അതായത് ഷോറൂമിലൊക്കെ നമ്മളവിടെ ഇത് പണിയാൻ കൊടുക്കുമ്പോൾ അതിൻ്റെ ആ പാർട്സിൻ്റെ ചൈൽഡ് പാർട്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സാധനങ്ങളുണ്ട്. അതൊരു എസ്റ്റിമേഷൻ ഉണ്ട്, ഒരു ഇഷ്ടം പോലെ പേജ് കണക്കിനുണ്ട്. അപ്പോൾ അത് നല്ലൊരു എമൗണ്ട് എന്നുള്ളത് തന്നിട്ടുണ്ട് അവർ. പക്ഷെ നമ്മളതൊന്നും ചെയ്യണില്ല. നമുക്ക് അറിയാം ഇന്ന സാധനമൊക്കെയാണ് പെട്ടെന്ന് മാറേണ്ടത് എന്നുള്ള സാധനങ്ങൾ മാത്രം പെട്ടെന്ന് നമ്മൾ ചെയ്യണം, കുറച്ച് കാര്യങ്ങളായിട്ട്. അങ്ങനെ പതുക്കെ ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ അത്യാവശ്യം വേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാറാം എന്ന ലെവലിലാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഒന്ന് സ്കോഡെല്ലാം കൊണ്ട് കാണിച്ചിട്ട് അവിടെ കുറേ നമ്മൾ നോക്കി, പണ്ടർ ബോഡിയൊക്കെ ചെക്ക് ചെയ്തു. പണ്ടർ ബോഡി ഞാൻ ചെക്ക് ചെയ്തപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ ക്രാങ്ക് സീൽ ലീക്ക് ഉണ്ട്. 2 സൈഡിലത്തെ ക്രാങ്ക് സീൽ ലീക്കായിട്ട് നല്ല ഓയിൽ ലീക്ക് കാണാണ്ട്. പിന്നെ അതുപോലെ 4 സസ്പെൻഷനൊക്കെ വീക്കാണ്. അതിൻ്റെ ഡാമ്പർ, പിന്നെ ബാക്കിലത്തെ 4 ഡാമ്പറിൻ്റെ ബുഷുകൾ, പിന്നെന്താ പറയുക, നമ്മുടെ ബാക്കിലത്തെ ഡാമ്പറിൻ്റെ കവറുകൾ, ഷോക്കിന് മറ്റേ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറില്ല, അതൊക്കെ ഒന്നുമില്ല. അങ്ങനത്തെ ഷോക്കൊക്കെ 4 കണക്ക് പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ ആക്സിലിൻ്റെ ബൂട്ട് പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വണ്ടി നമ്മളൊരു സൈഡിലേക്ക് ഓടിക്കുമ്പോൾ നല്ല സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ അത് എന്തായാലും മാറുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ ആക്സിൽ ഫുള്ളായിട്ട് മാറേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ആക്സിൽ അഴിച്ചിട്ട് ആക്സിൽ ഒരു ബൂട്ട് മാത്രം അത് മാറാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആക്സിലിൻ്റെ ബൂട്ട് അത് മാറണം. പിന്നെ ഇവർ പറഞ്ഞേക്കണത് ടൈമിങ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവർ പറഞ്ഞേക്കണത്. അതായത് നമ്മുടെ വണ്ടിക്ക് ഒന്നല്ലെങ്കിൽ 8 കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 120 കിലോമീറ്ററിൽ നമ്മുടെ ടൈമിങ്ങും വാട്ടർ പമ്പൊക്കെ മാറണമെന്നുണ്ട്. ഇവർ പറഞ്ഞേക്കണത് ഒരു മാറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കണത്. പക്ഷേ കണ്ടിട്ട് മാറിയ പോലെ തോന്നണല്ലേ നോക്കിയപ്പോൾ. ബെൽറ്റൊക്കെ നോക്കിയപ്പോൾ ബെൽറ്റും പിന്നെ റിബിഡ് ബെൽറ്റൊക്കെ മോശമൊക്കെയാണ്. അപ്പോൾ അതും മാറണം. നമുക്ക് ടൈമിങ്ങിറ്റും വാട്ടർ പമ്പൊക്കെ നമുക്ക് മാറണം. അപ്പോൾ അത് മാറണം. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിൽ ലീക്ക് കാണാണ്ട് നന്നായിട്ട്. വാലി കവറിന് അവിടെ നിന്ന് ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വാലി കവർ അസംബിളായിട്ട് ഫുള്ളായിട്ട് നമ്മൾ മാറാൻ പ്ലാൻ ചെയ്യുന്നില്ലേ, അത് നല്ലൊരു എമൗണ്ട് ആവുമല്ലോ. അപ്പോൾ നമ്മുടെ തൽക്കാലം ഇപ്പോൾ നമ്മൾ എന്താ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാലി കവറിൻ്റെ പാക്കിങ്, അതായത് ചൈൽഡ് പാർട്ട് മാത്രം മേടിച്ചിട്ട് മാറാനാണ്. അത് ഈ സീല് പാക്കിങ് അതങ്ങനെ ഒരു സെക്ഷനായിട്ട് മാറാൻ വെച്ചിട്ടാണ് ഇരിക്കണത്. അങ്ങനെ
ആക്കിയിട്ട് മാറാനാണ് പ്ലാൻ. പൈസ കുറവിന് സെറ്റ് ചെയ്തെടുക്കാനാണ് പ്ലാൻ. പിന്നെ വണ്ടി നമുക്ക് അറിയാമല്ലോ, 2 ലിറ്റർ TDI എന്ന് പറഞ്ഞാൽ ബോംബ് വണ്ടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഊഹിക്കേണ്ട ആവശ്യമില്ല. അതിലൊന്നും ഒരു ഇതുമില്ല. സാധനം കിഡുമാണ്. പവറും കാര്യങ്ങളും ഓടിക്കാനുള്ള കംഫർട്ടും കാര്യങ്ങളൊക്കെ പക്കയാണ്. അതൊന്നും ഒരു രക്ഷയില്ല വണ്ടി ഓടിക്കാനായിട്ട്. അതും പ്രത്യേകിച്ച് മാനുവലൂടെ ആണെങ്കിൽ എനിക്ക് ഒരു ഇഷ്ടമുള്ള സംഭവമാണ്. ഈ ജെറ്റയിലാണെങ്കിലും എനിക്ക് 2 ലിറ്റർ ജെറ്റ് TDI അത് മാനുവൽ ഓടിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ DSTയും അടിപൊളി തന്നെയാണ്. എന്നാലും എൻ്റെ പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ളത് മാനുവലാണ്. 2 ലിറ്റർ TDI ഓടിക്കാൻ ഇഷ്ടം. അതുപോലെ അങ്ങനത്തെ ആ ഒരു ടൈപ്പ് എഞ്ചിൻ തന്നെയാണ് നമ്മുടെ ലോറ. അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ മൗണ്ട് പിന്നെ ഗിയർ ബോക്സ് മൗണ്ട് പോയിട്ടുണ്ട്. അങ്ങനത്തെ 2 മൗണ്ടുകൾ മാറണം. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വണ്ടിക്ക് ഇലക്ട്രിക് പമ്പിന് അവിടെ നിന്ന് ലീക്ക് ഉണ്ട്. അത് ഇതിനും അതുപോലെ നമ്മുടെ ജെറ്റയ്ക്കൊക്കെ എപ്പോഴും കണ്ടുവരണ ഒരു കംപ്ലൈൻ്റ് ആണ് ആ ഒരു ലീക്ക്. അപ്പോൾ അത് മാറണം. പിന്നെ അതിൻ്റെ പോണ ഹൗസുകളൊക്കെ നന്നായി പഴകി ദ്രവിച്ച് ഒരു അത്യാവശ്യം വീക്കായിട്ടുണ്ട്. അപ്പോൾ ആ ഹൗസുകളും മാറണം. അതുകൊണ്ട് ഫ്യൂവലിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇഞ്ചക്ടറിൻ്റെ അവിടെ നിന്ന് പോണ ആ റിട്ടേൺ ലൈൻ്റെ ഭാഗത്തൊക്കെ നിന്നൊക്കെ ചെറിയ ലീക്കൊക്കെ ഉണ്ട്. അത് അവിടെ നിന്നും ഫ്യൂവലിൻ്റെ ലീക്ക് വരുന്നുണ്ട്. പിന്നെ അവിടെയൊക്കെ ഓയിൽ ലീക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റണം. പിന്നെ സെൻട്രൽ ലോക്കിന് ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്. അതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ഇപ്പോൾ നമ്മൾ ഈ ലീക്കിൻ്റെ കേസ് നോക്കുകയാണെന്ന് വെച്ചാൽ ക്രാങ്ക് സീലും സാധനം ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യണില്ല. മോളിയത്തും വാൽഗവറിൻ്റെ കേസും പിന്നെ അതുപോലെ ഈ ഫ്യൂവലിൻ്റെ ഇലക്ട്രിക് പമ്പിൻ്റെ അവിടുത്തെ വരുന്ന സംഭവങ്ങളൊന്ന് നോക്കണം. അപ്പോൾ അതും ഒന്ന് ചെക്ക് ചെയ്യണം. അതും നോക്കിയിട്ട് അത് മാറാനാണ് സംഭവങ്ങളൊക്കെ. അങ്ങനെ ആ ഒരു 2 കാര്യങ്ങളാണ് തൽക്കാലം നമ്മൾ. പിന്നെ ആക്സിലിൻ്റെ ബൂട്ട്, അത് നമ്മൾ ആക്സിൽ ബൂട്ട് നമ്മൾ മാത്രം ആക്സിൽ ഫുള്ളായിട്ട് മാറണ്ടല്ലോ. ആക്സിലിൻ്റെ ബൂട്ട് മാത്രം ഒരു ഇത് മേടിച്ച് മാറ്റാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 3 കാര്യം ചെയ്യാന്ന് വെച്ചിട്ടാണ് ഇരിക്കണത്. പിന്നെ അടുത്തേലാണ് നമ്മൾ ടൈമിങ്ങിറ്റും വാട്ടർ പമ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറണത്, കൂളൻറ്റും അങ്ങനത്തെ കേസൊക്കെ. അപ്പോൾ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള നമ്മുടെ ലോറയുടെ പ്ലാനൊക്കെ. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ടൈപ്പ് വണ്ടികളൊക്കെ എടുക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ നല്ലൊരു ടെക്നീഷ്യനെ കൊണ്ട് പോയിട്ട് എടുത്തിട്ട് നോക്കിയും കണ്ട് എടുത്ത് എല്ലാ അണ്ടർബോഡിയൊക്കെ ചെക്ക് ചെയ്ത ശേഷം ഇങ്ങനത്തെ ഒരു വണ്ടി എടുത്താൽ മതി. അതായത് ചിലവർ നമുക്കിപ്പോൾ ഇത്ര കാശ് കുറവിന് വണ്ടി 2 ലക്ഷത്തിന് ഇങ്ങനെ ഒരു ടൈപ്പ് വണ്ടി കിട്ടും എന്ന് പറയുമ്പോൾ നമ്മൾ ഓടിച്ചാടി പോയി എടുക്കാന്ന് പറയണത് നമുക്കറിയാം. നമുക്ക് ആ വണ്ടിയോടുള്ള ഇഷ്ടം കൊണ്ടും നമുക്ക് ഓടിക്കാനുള്ള ഇഷ്ടം കൊണ്ടും ആ വണ്ടിയുടെ കംഫർട്ടും അതൊക്കെയാണ് സമ്മതിച്ചു. എൻ്റെ ഫ്രണ്ടും അതുപോലെ തന്നെയാണ് എടുത്തത് പോയിട്ട്. അവൻ അത്രയും ഇഷ്ടമാണ്, ജർമ്മൻ കാറിനോടുള്ള ഇഷ്ടം. അതുപോലെ പിന്നെ അത് മാത്രം നല്ല മൈലേജും ഉണ്ട്. പിന്നെ നല്ല ഓടിക്കാൻ ഭയങ്കര കംഫർട്ടാണ്, നല്ല പവറാണ്, എല്ലാം ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ ആ ഒരു ആകാംക്ഷയിലും എക്സൈറ്റ്മെന്റിലും പോയിട്ട് എടുത്തതാണ് അവൻ ഇങ്ങനെ പോയിട്ട്. പക്ഷേ ഇങ്ങനെ ഒരു പണി നൈസായിട്ട് കിട്ടി. എന്നിട്ട് ഇത് പോയി നമ്മൾ നമ്മുടെ ഇതിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് അവർ കോമ്പൻസേഷനായിട്ട് പിന്നെ 40,000 50,000 അങ്ങോട്ട് അവർ കൊടുത്തു വന്നിട്ട് അഡീഷണൽ എന്തോ കൂടെ ഒക്കെ ആയിട്ട് അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായി. എന്തായാലും നമുക്കിത് പണി കിട്ടി സത്യം പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളെന്തായാലും വണ്ടി കൊടുക്കണില്ല ചോദിച്ചു. നമ്മളെന്തായാലും വണ്ടി പണിയാൻ എന്നുള്ള തീരുമാനത്തിൽ തന്നെ എത്തി. ലോറ നമ്മൾ കൊടുക്കണില്ല. അവന് ഭയങ്കര ഇഷ്ടമായ വണ്ടിയാണ്. അവൻ ഡെയിലി ഡ്രൈവിംഗ് അങ്ങനെ കൊണ്ടു നടക്കാനാണ് അവൻ്റെ പ്ലാൻ. അപ്പോൾ അവൻ ഇപ്പോൾ ഓട്ടമുള്ള ആളാണ്. അപ്പോൾ ഡീസലാണ്, നല്ല മൈലേജ് ഉണ്ട്, വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെയാണ് സംഭവം. അപ്പോൾ അവന് ഇത് എന്തായാലും വണ്ടി ഉപേക്ഷിക്കാൻ തയ്യാറല്ല. വണ്ടി നമ്മൾ പതുക്കെ പണിത് സെറ്റാക്കാടാ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ സെറ്റാക്കാടാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമുക്കറിയണ ഒരു ഗ്യാരേജ് ഉണ്ട്. അത് നമ്മൾ ജർമ്മൻകാർ മാത്രം പണിയണ ഒരു ഗ്യാരേജാണ്. അപ്പോൾ അവിടെ കൊണ്ടിട്ടിട്ട് പണിയാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമ്മളങ്ങനെ പതുക്കെ സ്റ്റെപ്പ് ബൈ ആയിട്ട് ഓരോന്ന് ചെയ്ത് വണ്ടി ബാക്ക് ടു ലൈഫ് എത്തിക്കാനാണ് നമ്മുടെ പ്ലാൻ ഇട്ടാക്കണം നമ്മൾ. അപ്പോൾ നമ്മൾ എത്തിക്കും വണ്ടി, നമ്മൾ അങ്ങനെ പതുക്കെ എത്തിക്കും. നമുക്ക് പാർട്സൊക്കെ നമുക്ക് സെറ്റാക്കാൻ നമ്മുടെ സോഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ നമുക്കപ്പോൾ പാർട്സൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീനില്ല. അപ്പോൾ നമുക്ക് ലേബറിൻ്റെ എമൗണ്ട് മാത്രം നമുക്ക് വരണുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമ്മൾ ഫുൾ പ്ലാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി എന്തായാലും നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറൊന്നുമല്ല. നമ്മുടെ വണ്ടി നമ്മൾ പഴയ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരും ചെയ്യും. വണ്ടി ഫുള്ള് പണിത് സെറ്റാക്കി നല്ല മുത്താക്കി എടുക്കുകയും ചെയ്യും വണ്ടി. അപ്പോൾ അങ്ങനെ ഒരു സംഭവം. അപ്പോൾ ഇനി റേറ്റ് കുറവിന് ഇങ്ങനെ വണ്ടികൾ കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ട് ഓടിച്ചാടി എടുക്കണ്ട. നമ്മൾ നോക്കിയിട്ട് എടുക്കാം. അതായത് നല്ലൊരു ടെക്നീഷ്യനെ കൊണ്ടുപോയിട്ട് ആളെ കാണിച്ച് എല്ലാം ചെക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ഓടിച്ച് നോക്കി എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത ശേഷം എടുക്കുക. അതേ ഞാൻ പറയാനുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ ഇവൻ്റെ പോലെ എൻ്റെ ഫ്രണ്ടിന് കിട്ടിയ പോലെ നല്ലൊരു ചിമിട്ട മണി കിട്ടും. ഞങ്ങളത് അല്ലെങ്കിൽ ഇത് നമുക്ക് തിരിച്ചു കൊടുക്കാം. പക്ഷെ അവൻ തിരിച്ചു കൊടുക്കണില്ല. അവൻ വാശിക്ക് അവനത് ഇങ്ങനെയൊക്കെ ചെയ്ത ഇത്ര പൈസ കൊടുത്തു. അതിൻ്റെ ആൾക്കാർ കോമ്പൻസേഷനായിട്ട് പൈസ കൊടുത്തു. പിന്നെ നമ്മൾ പണിയാന്ന് ചോദിച്ചു. എന്തായാലും അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. അതവൻ ഓക്കേടാ. അപ്പോൾ നമ്മൾ ആലോചിച്ചു. അപ്പോൾ നമ്മൾ പാർട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സോഴ്സ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ബാക്ക് ടു ലൈഫ് വണ്ടി അങ്ങോട്ട് തിരിച്ച് നമ്മുടെ നല്ല ഇതിലേക്ക് മുകളിലേക്ക് എത്തിക്കാം എന്നുള്ള ലെവലിലേക്ക് ആയി നമ്മളിപ്പോൾ. അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ
അപ്പോൾ ഞാനിനി ഇന്ന് പുറത്തിറങ്ങിയിട്ട് നമുക്ക് വണ്ടിയുടെ വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ അതുപോലെ എൻജിൻ ബേ ഒന്ന് തുറന്നിട്ട് അതിൻ്റെ അവിടുത്തെ ഒരു കുറച്ച് വിഷ്വലും കുറച്ച് വ്യൂവും കാര്യങ്ങളും കാണിച്ചു തരാം. ലീക്കും കാര്യങ്ങളൊക്കെ വരുന്നതും മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. പിന്നെ ഞാൻ സ്കോഡയിൽ അവിടെ പോയിട്ടുണ്ടായിരുന്ന ക്ലിപ്പും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നിരിക്കുന്ന സംഭവം. അപ്പോൾ ഞാനിനി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എൻജിൻ ബേ തുറന്ന് കാണിച്ചു തന്നിട്ട് പിന്നെ അതുപോലെ വണ്ടിയുടെ പുറത്ത് എക്സ്റ്റീരിയർ ലുക്കും കൂടി ഒന്നും കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ ഇതേട്ടാ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി, സ്കോഡ ലോറ. ഇതാണ് നമ്മുടെ ബാക്കിൽ നിന്നുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കേട്ടോ. വണ്ടി എക്സ്റ്റീരിയർ വൈസ് നോക്കുമ്പോൾ അങ്ങനെ അത്ര വലിയ എന്താ പറയുക പൊട്ടല അല്ലെങ്കിൽ വലിയ സ്ക്രാച്ച് അങ്ങനെയൊന്നും ഇല്ല. ഒരു ആവറേജ് കണ്ടീഷൻ ആണ്, വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിക്ക്. അപ്പോൾ ഇതാണ് ബാക്കിൽ നിന്നുള്ള ഒരു വ്യൂവും സംഭവങ്ങളൊക്കെ ഇതാണ് നമ്മുടെ വണ്ടിക്ക് വരണത് കേട്ടോ. ബാക്കിലത്തെ വ്യൂ ഒക്കെ ടയറൊക്കെ മോശമാണ് എല്ലാത്തിൻ്റെയും. ഉണ്ടോ ടയറൊക്കെ മാറാറായിട്ടുണ്ട്. അങ്ങനെ സൈഡ് വ്യൂ ഒന്ന് കാണിച്ചത് ആണ് നമ്മുടെ വണ്ടിയുടെ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ കേട്ടോ. ടയർ എന്തായാലും മാറണം, അത് എന്തായാലും ഈ പണികളൊക്കെ കഴിച്ചിട്ട് മാറാന്ന് വെച്ചിട്ട്. ടയറൊക്കെ ഭയങ്കര മോശമാണ് എല്ലാത്തിൻ്റെയും. അതുപോലെ ഉണ്ടോ ടയറുണ്ടോ ഒക്കെ ഈ പരിവായുണ്ട്. ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ചെറിയ ഇതൊക്കെ ഉണ്ട് ഇവിടെ, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ട് ഭാഗത്തൊക്കെ. എന്നാൽ അതൊന്നും നമുക്ക് അത്ര വലിയ ഇഷ്യൂ ഒന്നുമല്ല. അതൊക്കെ അങ്ങനെ ഇരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, വണ്ടി ഓടിക്കോളും. എന്നാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂവും കാര്യങ്ങളൊക്കെ കേട്ടോ വണ്ടിക്ക് വരണത്. വേറെ കംപ്ലയിൻസ് എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വണ്ടിക്കുള്ളത്. അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മുടെ വ്യൂവും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ നിന്നുള്ളത്. പിന്നെ ഇതിങ്ങനെ ഒന്ന് സൈഡ് അതിൻ്റെ ഒന്ന് തട്ടിപ്പോൾ ഇതായത് അതിപ്പോൾ എന്തെങ്കിലും ചെറിയൊരു സ്ക്രൂ ഇട്ടിട്ട് ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്യണം അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ. ഇതാണ് എക്സ്റ്റീരിയർ ലുക്കും കാര്യങ്ങളൊക്കെ. പുറത്തുനിന്നുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അതിൽ പെയിൻ്റൊക്കെ ഭയങ്കര പോവുക അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ വണ്ടിക്ക് ഇല്ല കേട്ടോ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് എൻജിൻ്റെ അവിടെ ഒന്ന് തുറന്നിട്ടൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ കേട്ടോ, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ എൻജിൻ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മറ്റേ ഇലക്ട്രിക് പമ്പിൻ്റെ കേസ്, അതൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതേട്ടാ ഞാൻ വണ്ടി ജസ്റ്റ് ഓഫ് ചെയ്താൽ ഒന്ന് ഇപ്പോൾ കറക്റ്റ് ഒന്ന് സൗണ്ട് ഇതൊക്കെ ആയിട്ട് ഇനി ക്ലിയർ ആവണ്ടെന്ന് വെച്ചിട്ട്. ഇത് നമ്മുടെ ഇലക്ട്രിക് പമ്പ് വരണ സംഭവം കേട്ടോ. അപ്പോൾ അത് നൈസ് ലീക്ക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഓസ് ഉണ്ട്, ഓസുകളൊക്കെ നൈസ് ഒരുവിധമൊക്കെ ആയുണ്ട്. എന്നിട്ട് പിന്നെ അത് അവർ കട്ട് ചെയ്തിട്ട് വേറെ ഒരു ജോയിൻ്റൊക്കെ അടിച്ച് വേറെ ചെയ്തിട്ടുണ്ടോ, കാണുന്നുണ്ടെന്ന് തോന്നുന്നു. കണ്ടോ അവരെങ്ങനെ വേറെ കട്ട് ചെയ്തിട്ട് അടിച്ചേക്കാണ് ലീക്ക് വന്നിട്ട്. അപ്പോൾ ആ ഓസുകളൊക്കെ ഒന്ന് മാറണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് ചെറിയ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഡീസൽ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഈ വാല് കവറിനവിടെ. പിന്നെ വാല് കവറും നൈസ് ലീക്ക് ഉണ്ട്. അതിൻ്റെ ബാക്കിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ നന്നായിട്ടറിയാം, അതിൻ്റെ ബാക്കിലേക്കൊക്കെ. പിന്നെ അടിയിലത്തെ പിന്നെ ക്രാങ്ക് സീലിൻ്റെ ലീക്കും കാര്യങ്ങളൊക്കെ ഞാൻ വേറെ നമ്മൾ സ്കോഡയിൽ പോയിട്ട് നമ്മൾ എടുത്തപ്പോൾ അന്ന് നമ്മൾ ചെക്ക് ചെയ്ത് അണ്ടർ ബോഡി ചെക്ക് ചെയ്തപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടിയിലുള്ള അണ്ടർ ബോഡിയുടെ അതായത് നമ്മുടെ ക്രാങ്ക് സീൽ ലീക്കുള്ളത് ഞാൻ ഇങ്ങനെയാണ് കാണിച്ചു തരാം. അടിയിലാണ് അതിൻ്റെ ലീക്ക് വരണത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇതിൻ്റെ ആഡ് ചെയ്യാം. പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഓസുകളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ എൻജിൻ മൗണ്ടൊക്കെ എന്താ പറയുക ഫുള്ള് പോയിട്ടുണ്ട്, ഉണ്ടം പരിയായുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് ഫോൾട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. അതിൽ കുറച്ച് ഫോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ എൻജിൻ ഇതേയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ അതിൻ്റെ ഫോൾട്ട് പിന്നെ നമ്മുടെ സെക്കൻഡറി പമ്പിൻ്റെ ഫോൾട്ട് കിടക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ഫോൾട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് ഫോൾട്ടുകളൊക്കെ കാണാനുണ്ട്. ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ ഈ ലീക്കും കാര്യങ്ങളൊക്കെ മാറ്റാനാണ് നമ്മുടെ പ്ലാൻ. കൂളൻ്റ് ചെറിയ മോശമായതുകൊണ്ട് കൂളൻ്റും ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. പിന്നെ കാണണമെന്ന് അറിയില്ല എൻജിൻ മൗണ്ടിൻ്റെ ഇത്. എൻജിൻ മൗണ്ടൊക്കെ ഫുള്ള് ഉണ്ടം പരിവായുണ്ട്. അപ്പോൾ എൻജിൻ മൗണ്ടും ഇതൊക്കെ മാറ്റണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പുറത്ത് അതായത് എൻജിൻ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഇങ്ങനെ ഒരു ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മാറണം. ഈ ഇലക്ട്രിക് പമ്പ് നമുക്ക് മെയിനായിട്ട് നമ്മുടെ ജെറ്റയ്ക്കും ഇതിനൊക്കെ വരണ ഒരു കോമൺ ആയിട്ട്
എപ്പോഴും കണ്ടുവരുന്നൊരു കംപ്ലൈൻ്റ് ആണ് ഈ ലീക്കും സാധനമൊക്കെ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ലോറയ്ക്കും ആ സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഡീസലിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് വണ്ടി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഒക്കെ. അത് ഇങ്ങനത്തെ ഈ സംഭവങ്ങളൊക്കെയാണ് ഈ ലീക്കും കാര്യങ്ങളൊക്കെ വരണത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ബാറ്ററിയൊന്നും ഒരു സീനൊന്നുമില്ല, അത് എന്തോ ഭാഗ്യം. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും ഇങ്ങനെ കുറച്ച് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ എന്താ പറയുക, അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഇപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിലേക്കാണ് പോകുന്നത്. നമുക്കറിയണ ഒരു ഗ്യാരേജ് ഉണ്ട് അവിടെ. നമ്മൾ നമ്മുടെ ഈ ജർമ്മൻ കാർസ് മാത്രം ചെയ്യണ ഒരു ഗ്യാരേജാണ്. നമുക്കറിയണ ഒരു ചേട്ടനാണ്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ തൽക്കാലം ഇങ്ങനത്തെ ചെറിയ സെറ്റപ്പ് ചെയ്ത് തൽക്കാലം ഒന്ന് ചെറിയ ഏറ്റവും പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ട കംപ്ലയിൻസ്, അതായത് ഫോൾട്ടുകൾ എന്തൊക്കെയാണ് അത് സെറ്റ് ചെയ്തെടുക്കാനാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. പിന്നെ നമുക്ക് ഞാൻ അവിടെ പോയിട്ട് കാണാം. ഓക്കെ. അപ്പോൾ അതായിട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഗ്യാരേജിലെത്തി, നമ്മൾ വണ്ടി കൊടുത്തു. അപ്പോൾ കാര്യങ്ങളൊക്കെ മാറ്റുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ദിവസം കിട്ടില്ല, സ്റ്റോക്കൊക്കെ ഇല്ല ഇവിടെ. അപ്പോൾ നമ്മൾ സ്റ്റോക്കൊക്കെ വരുത്തണം എന്ന് പറഞ്ഞേക്കണം ആൾ. അപ്പോൾ നമ്മൾ വണ്ടികൾ കൊടുത്തിട്ട് നമ്മൾ പോവാണ്. നമുക്കറിയണ ഒരു ഗ്യാരേജ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ എഞ്ചിൻ മൗണ്ടും സാധനമൊക്കെ ഓർഡർ ചെയ്തിട്ടാണ് വരുത്തണമെങ്കിൽ. അപ്പോൾ അങ്ങനെ നമ്മളിത് ജർമ്മൻ കാർസ് മാത്രം ചെയ്യുന്ന ഒരു സ്ഥലം. ഓക്കെ. അപ്പോൾ നമ്മളിനി പോവാണ് കേട്ടോ, വണ്ടി കൊടുത്തിട്ട്. ഇപ്പോൾ പാർട്സൊക്കെ വന്നിട്ട് നമ്മൾ കാണാം, വന്നിട്ട് മാറുള്ളൂ, സമയം എടുക്കാം എന്തായാലും. ഓക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയെല്ലാം നമ്മൾ കൊടുത്ത് മറ്റേ നമ്മൾ അറിയണ ഒരു ഗ്യാരേജ് ഉണ്ട്, അവിടെയാണ് നമ്മൾ വണ്ടി കൊടുത്തേക്കണത്. ഇപ്പം നമ്മൾ വണ്ടി കൊടുത്ത് ഇപ്പോൾ വന്നേക്കാണ്. ഇപ്പോൾ പെട്ടെന്ന് പോയിട്ട് മാറാന്ന് വെച്ചാൽ അത് ഈസിയല്ല. ഒന്നാമത് പാർട്സ് ഉണ്ടാവാൻ ബുദ്ധിമുട്ട്, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനി നമ്മൾ പാർട്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി അത് പാർട്സ് വരണം, എന്നിട്ട് വേണം നമ്മൾ മാറാനായിട്ട്. അപ്പം നമ്മളിപ്പോൾ തൽക്കാലം ഇപ്പോൾ നമ്മൾ ചെയ്യണത് ഒന്ന്, നമ്മൾ മറ്റേ ഞാൻ പറഞ്ഞല്ലോ മറ്റേ ലീക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, മറ്റേ ഫ്യൂവലിൻ്റെ, അതായത് ഫ്യൂവൽ ഇലക്ട്രിക് പമ്പിൻ്റെ അവിടെ നിന്ന് വരുന്ന ഓസിൻ്റെ അവിടുത്തെ ആ ഓസുകൾ നോക്കിയിട്ട് അത് റീപ്ലേസ് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ അതെന്തായാലും മാറണം. അല്ലെങ്കിൽ ഇലക്ട്രിക് പമ്പിൻ്റെ ഇത് നോക്കിയിട്ട് അതും എന്താ വെച്ചാൽ നോക്കി മാറാമെന്നാണ് വിചാരിച്ചേക്കണത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആക്സിൽ ബൂട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വണ്ടി ഫുള്ളായിട്ട് തിരിക്കുമ്പോൾ നല്ല സൗണ്ട് ഇത് വരുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും നമുക്ക് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ ആക്സിൽ അയച്ചിട്ട് ഞാൻ ആക്സിലെ ബൂട്ട് മാത്രമായിട്ടൊന്ന് ഇനി മാറണം. പിന്നെ ആ ലീക്കിൻ്റെ ദിവസം മൊത്തത്തിലൊന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ എഞ്ചിൻ മൗണ്ട് ഭയങ്കര, നമ്മൾ ആ വീഡിയോയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടാവും അറിയില്ല. വൈബ്രേഷൻ നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എഞ്ചിൻ മൗണ്ട് മാറണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ മാറാനായിട്ട് പോണത്. ഇതിപ്പോൾ ശരിക്കും എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ശരിക്കുള്ളൊരു ഷോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ പോയി വണ്ടി എടുത്തതാണ്. അപ്പോൾ ഇവൻ ജർമ്മൻ കാർ ആയതുകൊണ്ട് ഒരു ആകാംക്ഷയിലും, പിന്നെ സ്കോഡ അവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്, ലോറ ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയും കൂടി ആയതുകൊണ്ടും എല്ലാം കൂടി ആയിട്ട് പോയി എടുത്തതാണ് ആൾ പെട്ടെന്ന് നോക്കി കാര്യങ്ങൾ നോക്കി പോയില്ലെന്നും കുഴപ്പമില്ല, ഓടിച്ച് നോക്കി സീനൊന്നും തോന്നിയില്ല. അപ്പോൾ അങ്ങനെ പോയി പെട്ടതാണ് ആള്. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു കാറ് ഇതുപോലെ നമ്മളെ പോലെ ഇവനെ പോലെ എടുക്കാൻ പോണവരൊക്കെ ഉണ്ടെങ്കിൽ, ഒരു ജർമ്മൻ കാർ എടുക്കാൻ പോണ ആൾക്കാരുണ്ടെങ്കിൽ ഒരു നല്ലൊരു ടെക്നീഷ്യനെ കൊണ്ടുപോയി വണ്ടി കാണിച്ച് വണ്ടി നോക്കി ഫുള്ള് ചെക്ക് ചെയ്ത്, വണ്ടി ലിഫ്റ്റ് ചെയ്ത് അണ്ടർ ബോഡിക്ക് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് ഫുൾ കാര്യങ്ങൾ നോക്കിയിട്ട് വണ്ടി പെർഫെക്റ്റ് ഓക്കെ ആണെങ്കിൽ മാത്രം വണ്ടി എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ പിന്നെ വീണ്ടും അതിൻ്റെ പിന്നാലെ നടന്ന് അതിൻ്റെ മെയിൻ്റെനൻസും അതിൻ്റെ പാർട്സും ഒക്കെ ആയിട്ട് നല്ലൊരു ഹ്യൂജ് എമൗണ്ട് തന്നെ നമുക്കതിന്മേ ചിലവാക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അത് നോക്കി കണ്ടൊക്കെ എടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ നമ്മൾ വണ്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോസിൽ എടുക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഇതിപ്പോൾ ഒട്ടും പ്ലാൻ ചെയ്തെടുത്ത വീഡിയോ ഒന്നുമല്ല, ചുമ്മാ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഞാനിങ്ങനെ ഒരു വ്ളോഗായിട്ട് ഇടാം എന്ന് വെച്ചു. പിന്നെ ചാനലിലും കുറേ നാളായാലോ വ്ളോഗും വീഡിയോസൊക്കെ ഇട്ടിട്ട്, അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഇടുന്ന ഒരു വീഡിയോ ആണത്. അപ്പോൾ അതാണ് സംഭവം കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും
അതുപോലെ കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തെറ്റുപറ്റികളൊക്കെ എൻ്റെ നിന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കട്ടോ. ഓക്കെ, ബൈ.